പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവം മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചാഴൂർ കമാൻഡ് മുഖത്തെ തകർന്ന താൽക്കാലിക തടയണ പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. സ്ഥലം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടിയിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. സ്കൂളിലെ കിണർ വെള്ളത്തിന്റെ പരിശോധനാ ഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. കാട്ടൂർ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നതായി പരാതി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശരിയായി സംഭരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന ആക്ഷേപം. വാർത്തകളിലേക്ക് വിശദമായി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശിനെ അന്വേഷണ വിധേയമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ പഴയന്നൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി നൽകുന്നതിന് തിരുവല്ലോമല ഗ്രൂപ്പ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. സ്വർണ്ണ ഉരുപ്പടി നഷ്ടപ്പെട്ട സംഭവം യഥാസമയം റിപ്പോർട്ട് ചെയ്യാതിരുന്നതിന് നിലവിലെ ദേവസ്വം ഓഫീസറിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരണം ആവശ്യപ്പെട്ടു. ചാഴൂർ കമാൻഡ് മുഖത്തെ തടയണ തകർന്ന സംഭവത്തിൽ താൽക്കാലിക നടപടി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തടയണയിൽ മൺചാക്കുകളിട്ട് ഇറിഗേഷൻ. സ്ഥലം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ശക്തമായ മഴയിൽ കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ജലമൊഴുക്ക് വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസമാണ് കമാൻഡ് മുഖത്തെ കഴിഞ്ഞ വർഷം പുനർനിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നത്. ഇതോടെ സമീപത്തെ 5 പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ ശക്തമായ എതിർപ്പും ഉയർന്നു. എന്നാൽ ഒരു ദിവസം പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ല. പലരും വീട് വിട്ട് ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. പിന്നാലെ പ്രതിഷേധം രൂക്ഷമാകുന്ന വേളയിലാണ് തകർന്ന തടയണയിൽ മൺചാക്കുകൾ ഇടുന്ന നടപടിയിലേക്ക് ഇറിഗേഷൻ കടന്നത്. ഇങ്ങനെ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ച് പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ തടയിടാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിലെ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. നടപടി ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതിഷേധക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. ഹെർബർട്ട് കനാലിലേക്ക് കടന്നു വരുന്ന കമാൻഡ് മുഖം എന്ന ബണ്ട് പൊട്ടിയിട്ട് 3 ദിവസമായിട്ടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ അവിടെ കടന്നു വന്ന് ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തിട്ടില്ല. ചേർപ്പ് പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിക്കൊണ്ട് ഏകദേശം 600ഓളം ആളുകൾ 2 ക്യാമ്പുകളിലായിട്ട് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാനുള്ള കാരണം മേജർ ഇറിഗേഷന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത അനാസ്ഥ മൂലമാണ്. വെറും ഒരു ചാലിൽ കെട്ടുന്ന തടയണ പോലെ തന്നെ അവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ആ തടയണ ഈ വർഷം കാലവർഷം ശക്തമായപ്പോൾ ഈ തടയണ തള്ളിപ്പോവുകയും അവിടെ നിന്ന് വെള്ളം കടന്നുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ KLDC കനാലുകളിലുള്ള കുളവാഴ ചണ്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ടാണ് പല കുടുംബങ്ങളിലും വെള്ളം കയറുന്ന അവസ്ഥ വന്നത്. തടയണ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവിടെ ശരിയായിട്ടുള്ള രീതി പ്രവർത്തനം നടന്നില്ല. വീണ്ടും ഞങ്ങൾ ഇതേ സമരമായി ഇവിടെ വരും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കമാൻഡ് മുഖം സന്ദർശിച്ചു. തകർന്ന തടയണ നേരിൽ കണ്ട അദ്ദേഹം പ്രദേശവാസികളുടെ ആശങ്കകളും കേട്ടറിഞ്ഞു. പ്രശ്നത്തിന് താൽക്കാലിക തടയണയല്ല പോംവഴിയെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ഇത് അഴിമതിക്കുള്ള കളമാണെന്നും കുറ്റപ്പെടുത്തി. ഈ ബണ്ട് ചെളി വെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല. അത് വലിയ തട്ടിപ്പാണ്, വലിയ അഴിമതിക്കും. അത് കേരളത്തിലെ മുഴുവൻ ബണ്ടുകളും അങ്ങനെ തന്നെയാണ്, അഴിമതി കൂമ്പാരങ്ങളാണ്. ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനുമുള്ള സമ്പ്രദായമാണ്. ജനങ്ങളുടെ ആവശ്യപ്രകാരം കമാൻഡ് മുഖത്ത് സ്ഥിരം സംവിധാനമൊരുക്കാൻ ആവശ്യമെങ്കിൽ MP ഫണ്ട് വിനിയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാം. തൊട്ട് മേലെയുള്ള സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത്. അതിന് 46 ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നു. ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ പണി തുടങ്ങിയില്ല? കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ MP ഫണ്ടിൽ നിന്ന് ആ 46 ലക്ഷവും അല്ലെങ്കിൽ 50 ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ അവർ പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ.
ശരിക്കുള്ള മൺസൂൺ ഇനിയും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതും കൂടി കണക്കാക്കി കളക്ടർ അങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിൽ ഈ പ്രദേശങ്ങളുടെ എല്ലാം MLA-മാരും ഈ വെള്ളമൊഴുക്കുള്ള വാർഡുകളുടെ എല്ലാം മെമ്പർമാരും എല്ലാവരും കൂടെ വന്നിരുന്ന് സമഗ്രമായ ഒരു പദ്ധതിക്ക് ആലോചന ഇപ്പോൾ നടത്തി അടുത്ത വർഷത്തെ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് ചെയ്തെടുക്കാൻ അതിൽ ഏത് രീതിയിൽ സഹകരിക്കാൻ തയ്യാറാണ്. തകർന്ന തടയണ പുനഃസ്ഥാപിച്ചതിനൊപ്പം മഴയുടെ ശക്തി കുറഞ്ഞതും വെള്ളക്കെട്ട് ഭീഷണിയിലായ പ്രദേശവാസികൾക്ക് ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് കരുവന്നൂർ പുഴയോട് ചേർന്ന് ഈ കാണുന്ന കമാൻഡോ മുഖത്തെ താൽക്കാലിക തടയണ തകർന്നത്. നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലേക്ക് തള്ളിവിടുന്ന ഈ പ്രതിസന്ധിയോടെ ഒട്ടേറെ പ്രദേശവാസികൾ ശക്തമായ സമരവും പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ ജനപ്രതിനിധികൾക്ക് ഇടപെടേണ്ടിയും വന്നു. അങ്ങനെ ഇപ്പോഴിതിന് ശാശ്വതമായ പരിഹാരമായില്ലെങ്കിൽ കൂടി താൽക്കാലികമായി ഈ തകർന്ന ഭാഗത്ത് മൺചാക്കുകൾ നിരത്തുന്ന നടപടിയിലേക്ക് എത്തേണ്ടി വന്നു അധികൃതർക്ക്. എന്തായാലും ശാശ്വത പരിഹാരത്തിനായി സ്ഥിരം തടയണമെന്ന ആവശ്യം ഇപ്പോഴും നീളുകയാണ്. കമാൻഡോ മുഖത്തു നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ചാവക്കാട് നഗരസഭാ പരിധിയിൽ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ നഗരസഭാ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. UDF അംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ചാണ് കൗൺസിൽ യോഗത്തിനെത്തിയത്. ചാവക്കാട് നഗരസഭയിലെ വഞ്ചിക്കടവ്, പുന്ന, തെക്കഞ്ചേരി, കോഴിക്കുളങ്ങര തുടങ്ങി ഒട്ടേറെ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലകപ്പെട്ട് ദിവസങ്ങളായിട്ടും നഗരസഭ യാതൊരു നടപടി എടുക്കുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിച്ച് പ്രതിഷേധവുമായി എത്തിയത്. പുന്ന വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദാണ് ചെയർപേഴ്സന്റെ അടുത്ത് ചെന്ന് പ്രതിഷേധിച്ചത്. പിന്നാലെ പ്രതിപക്ഷ കൗൺസിലർമാർ ബഹളമായി എത്തുകയായിരുന്നു. പ്രതിപക്ഷം കള്ളപ്രചരണം നടത്തുന്നുവെന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തി ഭരണപക്ഷ കൗൺസിലർമാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റതോടെ ബഹളം രൂക്ഷമാവുകയായിരുന്നു. ഇതോടെ ചെയർപേഴ്സൺ അജണ്ട പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. കാലവർഷക്കെടുതി പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുകയാണെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങൾ പിന്നീട് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ഫൈസൽ കാനാമ്പുള്ളി, സുപ്രിയ രാമചന്ദ്രൻ, ഷാഹിദ മുഹമ്മദ്, PK കബീർ, അസ്മത് അലി, ബേബി ഫ്രാൻസിസ്, ജോയ്സി തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളമൊഴുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ ധിക്കാരികളായ ചെയർപേഴ്സണും നഗരസഭാ ഭരണകൂടവും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ആ അധികാരത്തിനെതിരെയാണ് ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ, UDF പാർലമെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിൽ ബഹിഷ്കരിച്ച് പുറത്തേക്ക് വന്നത്. പ്രതിപക്ഷാംഗങ്ങളെ മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ അനുവദിച്ചില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്നറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. എന്നാൽ പിന്നീട് ഈ ഗുണഭോക്താക്കളെ കൊണ്ട് CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിക്കുകയും ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറാവാത്തതിനെ തുടർന്നാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞപ്പോൾ തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്നാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ കൂടിയ 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് പഞ്ചായത്ത് പ്രസിഡന്റും ഏലക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾക്ക് ബാങ്ക് നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലാന്ന്. 6 മാസമായിട്ട് ഇതിന്റെ മേൽനടപടികൾ ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഫണ്ട് വരാത്തോണ്ടല്ല, ഈ മറ്റേ മസ്റ്റർ അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ബാധ വന്നപ്പോ അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടുമെന്ന്. അതെന്താ ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ. പിന്നിപ്പോ ഇതിന് ഞങ്ങൾ പലിശ കൂടുതൽ അടക്കേണ്ടി വെച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങൾ പോകാൻ വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി
വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുകൂണും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധയിൽ കിണർ വെള്ളത്തിന്റെ പരിശോധനാഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സ്കൂൾ പ്രവേശനോത്സവം കഴിഞ്ഞ് 2 ദിവസങ്ങൾക്കുള്ളിലാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കം, ഛർദി, പനി തുടങ്ങിയ അസുഖങ്ങൾ മൂലം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കിണറിലെ കുടിവെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. പിന്നീട് വിദഗ്ധ സംഘമെത്തി വെള്ളത്തിന്റെ സാമ്പിളെടുത്ത് തൃശൂരിലെ വാട്ടർ അതോറിറ്റി ലാബിൽ പരിശോധന നടത്തി. 15 ദിവസത്തെ വിശദമായ പരിശോധനയിലാണ് കോളിഫോം ബാക്ടീരിയയുടെയും ഈക്കോളിയുടെയും സാന്നിധ്യം കണ്ടെത്തിയത്. പ്രതിവിധിയായി കിണറിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനും ക്ലോറിൻ ടാബ്ലറ്റ് ഇടാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് സ്കൂളിൽ ഇതുവരെയും ഭക്ഷണം പാകം ചെയ്ത് നൽകുകയോ കുടിവെള്ളം കുട്ടികൾ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രധാന അധ്യാപിക KA സുജിനി അറിയിച്ചു. ആകെയുള്ള 512 കുട്ടികളിൽ 380-ലധികം വിദ്യാർത്ഥികൾ ഈ ആഴ്ച പഠനത്തിനായി എത്തി. 2 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാട്ടൂർ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നതായി പരാതി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശരിയായി സംഭരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണം. കാട്ടൂർ പഞ്ചായത്തിലെ മാവുംവളവിന് സമീപമാണ് അജൈവ മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കനത്ത മഴയിൽ ഈ പ്രദേശത്ത് വെള്ളം കയറുകയും സംഭരണശാലയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തു. പുറത്തു സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ജലത്തിൽ ഒഴുകി നടക്കുകയാണ്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംഭരിക്കാത്തതും ഇവിടെ നിന്ന് യഥാസമയം കൊണ്ടുപോകാത്തതുമാണ് പ്രശ്നത്തിന് കാരണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം പറഞ്ഞു. അജൈവ മാലിന്യങ്ങൾ സമീപത്തെ വീടുകളിലേക്കും പാടശേഖരത്തിലേക്കും ഒഴുകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും ഇവിടെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും കൃത്യമായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാതെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകാതെ പഞ്ചായത്തിൻ്റെ കെടുകാര്യസ്ഥത സ്ഥിരമായി നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഇവിടെ കാണുന്നുണ്ട്. കുളങ്ങളിൽ കൃഷിയോഗ്യമായിട്ടുള്ള പ്രദേശങ്ങളിൽ മുഴുവൻ ഈ മാലിന്യങ്ങൾ ഒഴുകിക്കൊണ്ട് ഈ മാലിന്യങ്ങളൊപ്പം തന്നെ ഇത് പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് നമുക്കറിയാം ഈ സൈഡിലുള്ള ആനകളിലും ഈ സൈഡിൽ പ്രദേശങ്ങളിലും വീടുകളുടെ മുറ്റത്തൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എത്തിച്ചേരുന്നൊരു കാഴ്ച. സമീപ പ്രദേശങ്ങളിലെ കൃഷിഭൂമികളിലേക്കൊക്കെ വെള്ളം ഉപയോഗയോഗ്യമാക്കുന്ന വെള്ളത്തിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് ഈ കാട്ടൂർ പഞ്ചായത്തിൻ്റെ മധുരംപള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്കരണ യൂണിറ്റ് നിലകൊള്ളുന്നത്. സംഭവത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. മാലിന്യം നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളും രംഗത്ത് വന്നിട്ടുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
വീണ്ടും വാർത്തകളിലേക്ക്. പഴയന്നൂർ വെള്ളടിപ്പാലത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. പുത്തൻ വീട്ടിൽ CP രാജന്റെ പറമ്പിലെ 30ഓളം നേന്ത്രവാഴകളും സമീപവാസി മധുവിന്റെ റബ്ബർ തൈകളും പൈനാപ്പിൾ ചെടികളുമാണ് വ്യാപകമായി നശിപ്പിച്ചത്. കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലങ്ങൾ വാർഡ് മെമ്പർ നീതു ഷൈജു, കേരള കർഷക സംഘം ചേലക്കര കമ്മിറ്റി അംഗം KC ജോർജ്, K രാംകുമാർ എന്നിവർ സന്ദർശിച്ചു. കാട്ടാന ശല്യം തടയാൻ മേഖലയിൽ ഫെൻസിംഗ് അടിയന്തരമായി സ്ഥാപിക്കണമെന്ന് കർഷകരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. എടതിരിഞ്ഞി കോതറ പാലത്തിനടുത്ത് കനാലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി തോട്ടുപറമ്പത്ത് ഷാനവാസിന്റെ മൃതദേഹമാണ് പെരിഞ്ഞനം കോവിലകത്ത് കനോലി കനാലിൽ നിന്ന് കണ്ടെത്തിയത്. ബുധനാഴ്ചയാണ് കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായത്. തെരച്ചിൽ നടത്തിയിരുന്ന ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് മൃതദേഹം കണ്ടെത്തിയത്. തോട്ടുങ്ങൽ ക്ഷേത്രത്തിന് സമീപം കനാലിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇരിങ്ങാലക്കുടയിൽ ബൈക്കിലെത്തി റോഡരികിൽ മാലിന്യം തള്ളിയ യുവാക്കൾക്ക് 4000 രൂപ പിഴ ഈടാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് 25 KSRTC റോഡിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ റോഡരികിൽ കവറിലാക്കിയ മാലിന്യം വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞത്. എന്നാൽ റോഡരികിലെ വീട്ടുകാർ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വീട്ടുകാർ ദൃശ്യങ്ങൾ സഹിതം ഇരിങ്ങാലക്കുട നഗരസഭയിൽ പരാതി നൽകുകയും ബൈക്കിന്റെ നമ്പർ കണ്ടെത്തി ഇവരെ തിരിച്ചറിയുകയുമായിരുന്നു. സർക്കാരിന്റെ പുതിയ പദ്ധതി അനുസരിച്ച് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ തെളിവുകൾ സഹിതം കണ്ടെത്തി പരാതി നൽകുന്നവർക്ക് അവരിൽ നിന്നും ഈടാക്കുന്ന പിഴത്തുകയുടെ 25% പാരിതോഷികമായി ലഭിക്കുകയും ചെയ്യും. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ഈ പദ്ധതിയിൽ ഇത്തരത്തിൽ ലഭിക്കുന്ന ആദ്യ പരാതിയാണിതെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭ ഈ വർഷം തന്നെ നേരിട്ട് നടത്തിയ പരിശോധനയിൽ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്തി ആകെ 3,20,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. പീച്ചി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി റിവേഴ്സ് ലൂയിസ് വഴി വെള്ളമൊഴുക്കി തുടങ്ങി. മണലി, കരുവന്നൂർ പുഴകളിൽ നിലവിലെ ജലനിരപ്പിൽ നിന്നും പരമാവധി 20 സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. നിലവിൽ 73.39 മീറ്ററാണ് പീച്ചി ഡാമിന്റെ ജലനിരപ്പ്. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 2 മീറ്ററാണ് വെള്ളമുയർന്നത്. 79.25 മീറ്ററാണ് ഡാമിലെ പരമാവധി ജലനിരപ്പ്. വേലുപാടം പുലിക്കണ്ണിയിൽ കൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണു. യാത്രക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മരം റോഡിന്റെ കുറുകെ വീണതോടെ വരന്തരപ്പള്ളി പാലപ്പള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബൈക്ക് യാത്രികരും ബസ്സും കടന്നുപോയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു അപകടം. മരച്ചില്ലകൾ വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് സ്ഥലത്തെത്തി. അഗ്നിരക്ഷാസേനയും KSEB അധികൃതരും ചേർന്ന് 1.5 മണിക്കൂറിന് ശേഷം മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരെ കുന്നംകുളം പോലീസ് കാപ്പ നിയമപ്രകാരം നാടുകടത്തി. പെരുമ്പിലാവ് സ്വദേശികളായ ലിഷോയ്, നിഖിൽ എന്നിവരെയാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിറക്കിയത്. നിലവിൽ പെരുമ്പിലാവ് സ്വദേശി അക്ഷയനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇരുവരും ജയിലിലാണ്. നെടുപുഴ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക്കിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പ് റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ചു. മഴക്കാലം നേരിടുന്നതിനായി സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറാണെന്നും ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൂടിയാലോചിച്ച് 5000-ഓളം ക്യാമ്പുകൾക്കുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. നെടുപുഴയിലെ 43, 44 ഡിവിഷനുകളിൽപ്പെട്ട മുല്ലയ്ക്കൽ തുരുത്ത്, മല്ലിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇവിടുത്തെ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. നിലവിൽ 18 കുടുംബങ്ങളിൽ നിന്നായി 66 പേർ ക്യാമ്പിലുണ്ട്. മരണവീട്ടിൽ ആക്രമണം നടത്തിയ കേസിൽ 2 വനിതകളടക്കം 3 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല സ്വദേശി പറുപനക്കൽ വീട്ടിൽ ഷിബിൻ, കരയാമട്ടം സ്വദേശി ചിക്കവയലിൽ വീട്ടിൽ സ്വാതി, വലപ്പാട് സ്വദേശി ഇയാനി വീട്ടിൽ ഹിമ എന്നിവരാണ് അറസ്റ്റിലായത്. ഹിമ, സ്വാതി എന്നിവർ കാപ്പ ചുമത്തപ്പെട്ടവരാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രതീകാത്മകമായി നിമഞ്ജനം ചെയ്ത് കോൺഗ്രസ് പ്രതിഷേധം. ശ്രീകുമാര ക്ഷേത്ര പരിസരത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ചായിരുന്നു സമരപരിപാടി. മുറ്റിച്ചൂർ പടിയം നിവാസികൾക്ക് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കും അന്തിക്കാട് ഹോമിയോ ഡിസ്പെൻസറിയിലേക്കും പോകാനുള്ള ഏക മാർഗമാണ് വെള്ളക്കെട്ടിലായത്. അടിയന്തര ഘട്ടത്തിൽ യാത്ര നടത്താൻ കഴിയാത്ത രീതിയിൽ പ്രദേശം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കുട്ടികളടക്കമുള്ളവർക്ക് പ്രാക്ടീസിനെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ, മദ്രസ വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്ന് പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ ആശങ്കപ്പെടുന്നു.
ഒട്ടനവധി പരാതികൾ നൽകിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി തിരിഞ്ഞു നോക്കിയില്ല. ഈ സാഹചര്യത്തിലാണ് അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ കോൺഗ്രസ് പ്രതീകാത്മകമായി ചിതാഭസ്മം ഒഴുക്കി പ്രതിഷേധിച്ചത്. യോഗനാഥൻ കരിപ്പാറ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷൈൻ പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അക്ബർ പട്ടാട്ട്, അശ്വിൻ അലപ്പുഴ, MP വത്സല, അജു ഐക്യരത്ത്, സിദ്ധാർത്ഥൻ കളത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃപ്രയാർ. എടതിരിഞ്ഞി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിച്ചു. എടതിരിഞ്ഞി വില്ലേജിലെ ഫെയർ വാല്യൂ വിഷയം ഉടൻ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. ഇരിങ്ങാലക്കുട RDOയെ ഇതിന്റെ ഉത്തരവാദിത്തമുള്ള ഓഫീസറായി നിയമിച്ചതായും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് T. മുരളി, മുകുന്ദപുരം തഹസീൽദാർ KM സിമീഷ് സാഹു, റവന്യൂ ഡിവിഷണൽ ഓഫീസർ P. ഷീബ തുടങ്ങിയവർ പങ്കെടുത്തു. കൊരട്ടി പഞ്ചായത്തിനോട് MLA അവഗണന കാണിക്കുകയാണെന്ന് LDF ജനപ്രതിനിധികൾ ആരോപിച്ചു. പുതിയ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ MLA ശ്രമിക്കുന്നില്ല. മുൻ MLA കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാൻ പോലും ശ്രമിക്കുന്നില്ലെന്നും LDF ജനപ്രതിനിധികൾ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ LDF ജനപ്രതിനിധികളുടെ വാർഡുകളിലേക്ക് യാതൊരുവിധ ഫണ്ടും അനുവദിച്ചില്ല. മുൻ MLA BD ദേവസി കൊണ്ടുവന്ന ചിറങ്ങര ഇടത്താവളം നിർമ്മാണ പൂർത്തീകരണത്തിന് ഇടപെടൽ നടത്തുന്നില്ല. ഇതിനെതിരെ LDF അടുത്ത മാസം പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് KR സുമേഷ്, ലിജോ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെൺകുട്ടികളെ കളിയാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം പള്ളിനട സ്വദേശി ഊളക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 7-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. പൊരി ബസാറിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ബൈക്കിൽ വന്ന യുവാക്കൾ കളിയാക്കിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ തോട്ടുങ്ങൽ കണ്ണേഴത്ത് വീട്ടിൽ അമീർ എന്നയാളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പുറം ചിറ്റണ്ട ഗ്രൂപ്പ് വില്ലേജിന്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, തലപ്പള്ളി തഹസീൽദാർ MR രാജേഷ്, വികാരി സെബി കാവലക്കാട്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ആളൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ മാസം 14-ന് വല്ലക്കുന്നിൽ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി ഒല്ലൂർ സ്വദേശി ആലപ്പാട് വീട്ടിൽ ചാക്കോയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചു വന്ന യുവതി ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ വല്ലക്കുന്നിൽ വെച്ച് കാറിൽ ബലമായി കയറ്റുകയായിരുന്നു. കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ചാണ് യുവതി കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട യുവതി പിന്നീട് വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. കണ്ടശാംകടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സ്കൂളിൽ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അധ്യാപിക അലീന മാത്യു പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രിൻസിപ്പൽ A. അബിത, NSS പ്രോഗ്രാം ഓഫീസർ R. രാജശ്രീ, PTA പ്രതിനിധികളായ CA മുരളി, CA കിരൺ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്തെ പ്രാദേശിക ചാനലായ CCTVയുടെ 19ാമത് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 1:30-ന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. പുരസ്കാര വിതരണം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ആസൂത്രണ സമിതി അംഗം സന്തോഷ് ജോർജ് കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തും. MLAമാരായ മുരളി പെരുന്നെല്ലി പ്രതിഭാതരവും UR പ്രദീപ് +2 പുരസ്കാര വിതരണവും NK അക്ബർ SSLC പുരസ്കാര വിതരണവും നിർവഹിക്കും. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയാകും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കും. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി +2 പരീക്ഷയിൽ 80% മാർക്ക് വാങ്ങി വിജയിച്ച നിർധന കുടുംബത്തിലെ 100 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. CCTV ചെയർമാൻ KC ജോൺസൺ, മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ സിൻഡോ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV കുന്നംകുളം. നന്ദിക്കരയിൽ ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളിലേക്ക് നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞുകയറിയ അപകടം. 10ഓളം ഇരുചക്ര വാഹനങ്ങളിലേക്കും ടിപ്പർ ലോറിയിലേക്കുമാണ് ലോറി ഇടിച്ചു കയറിയത്.
അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് തകർന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി യദു കൃഷ്ണന് ഇനി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാം. യദു കൃഷ്ണന് സ്വന്തമായി സ്ഥലവും വീടും ഇല്ലെന്നറിഞ്ഞ സ്കൂൾ അധ്യാപകർ അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടെ സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകുകയായിരുന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മാനേജർ MU ഉണ്ണികൃഷ്ണൻ, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, വാർഡ് കൗൺസിലർ പ്രമീള, CH റഷീദ്, പ്രിൻസിപ്പൽ MD ഷീബ, ഹെഡ് മിസ്ട്രസ് M സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലടം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. MLA P ബാലചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ I സതീഷ് കുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ P സീന, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, PTA പ്രസിഡന്റ് സിന്ധു ജയേഷ്, ബബിമോൾ, K മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. SSLC, +2 പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. ഫാദർ മാത്യൂസ് ബെർസോമ, ഹെഡ് മിസ്ട്രസ് KK മഞ്ജുള, വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ, SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, പ്രിൻസിപ്പൽ VB ശ്യാം തുടങ്ങിയവർ സംസാരിച്ചു. OSIയുടെ പ്രത്യേക പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ നടത്തി. SSLC, USS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഫുട്ബോൾ താരം KP രാഹുൽ മുഖ്യ അതിഥിയായിരുന്നു. മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ HM ഇൻചാർജ് ലീന തോമസ്, ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, PTA പ്രസിഡന്റ് CV ഷംസുദ്ദീൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ റിൻസ് P സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ 10 വയസ്സുകാരൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മാപ്രാണം മാടായിക്കോണം സ്വദേശി ജോബീഷിന്റെ മകനായ 10 വയസ്സുകാരൻ ആരവാണ് ചികിത്സാ സഹായം തേടുന്നത്. മസ്തിഷ്കത്തിൽ നീർക്കെട്ട് മൂലം ഗുരുതരാവസ്ഥയിലായ ആരവ് ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. ഇപ്പോൾ തന്നെ ചികിത്സയ്ക്കായി 10 ലക്ഷത്തിലധികം രൂപ കുടുംബം ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നിർധനരായ ആരവിന്റെ കുടുംബത്തിന് ഈ തുക താങ്ങാവുന്നതിലും അപ്പുറമാണ്. ആരവിന് തിരിച്ച് ജീവിതത്തിലെത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സംസ്ഥാന ഇന്റർ ITI കായികമേളയ്ക്ക് കുന്നംകുളത്ത് തുടക്കമായി. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കായികോത്സവം ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ IM വിജയൻ മുഖ്യാതിഥിയായിരുന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് ജോയിനിംഗ് ഡയറക്ടർമാരായ P വാസുദേവൻ, ഷെമ്മി ബക്കർ, ഇന്റർ ITI ചെയർമാൻ ജിനേഷ് പോൾ, ജനറൽ സെക്രട്ടറി അതുൽ രവി തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിൽ ആനക്കല്ല് ആൽത്തറ റോഡ് തകർന്നു.
കുണ്ടും കുഴിയും വെള്ളക്കെട്ടും നിറഞ്ഞതോടെ യാത്രക്കാരും പ്രദേശവാസികളും ദുരിതത്തിലായി. നേരത്തെ അക്കിക്കാവ് ബൈപ്പാസിൽ നിർമ്മാണം നടക്കുമ്പോൾ ടോറസ് ലോറികൾ ഈ വഴിയാണ് പോയിരുന്നത്. ഇതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. പ്രദേശവാസികൾ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. മാള മുകുന്ദപുരം താലൂക്കിലെ വടക്കുംകര സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, സ്ഥിരം സമിതി അധ്യക്ഷ അസ്മാബി ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊരു സബലീകരണം കൂടിയാണ് ഇന്ന് ദിവസം നടക്കുന്നത്. അതിരപ്പള്ളിയിൽ ഇതര സംസ്ഥാനക്കാരനായ റെസ്റ്റോറന്റ് തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. കടയിൽ ജോലിക്ക് വന്ന ആസാം സ്വദേശി അബ്ദുൾ ഹസനാണ് അറസ്റ്റിലായത്. ചാക്കോ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന ആസാം സ്വദേശി രാഹുലിന്റെ മൊബൈൽ ഫോണാണ് പ്രതി മോഷ്ടിച്ചത്. കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി സ്വദേശി പോളക്കുളത്ത് വീട്ടിൽ സന്തോഷാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നവും പണവും മൊബൈൽ ഫോണും സ്കൂട്ടറും പിടിച്ചെടുത്തു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9210 രൂപ, പവന് 73,680 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4488 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ മുൻ ദേവസ്വം ഓഫീസർ ES ദിനേശിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ചാഴൂർ കമാൻഡ് മുഖത്തെ തകർന്ന താൽക്കാലിക തടയണ പുനഃസ്ഥാപിക്കാൻ നടപടി ആരംഭിച്ചു. വെള്ളക്കെട്ടിലായ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. സ്ഥലം സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ നഗരസഭ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എരുമപ്പെട്ടിയിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ ഭക്ഷ്യവിഷബാധ. സ്കൂളിലെ കിണർ വെള്ളത്തിന്റെ പരിശോധനാഫലം പുറത്തുവന്നു. കോളിഫോം ബാക്ടീരിയയുടെയും E. കോളിയുടെയും സാന്നിധ്യം കുടിവെള്ളത്തിൽ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ്. കാട്ടൂർ പഞ്ചായത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മാലിന്യങ്ങൾ ഒഴുകി നടക്കുന്നതായി പരാതി. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ശരിയായി സംഭരിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന ആക്ഷേപം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.